അസ്വസ്ഥതകൾ കൂടി വരുമ്പോൾ ആവലാതിപ്പെടുന്ന ധരനെ കാണുമ്പോൾ ചിലപ്പോൾ ആഗ്രഹിച്ചു പോകും ഒരായുഷ്കാലവും ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. സി മിസ്റ്റർ ധരൻ, തുടക്കത്തിലെ വൈഫിനോട് പറഞ്ഞത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണെന്ന്. അന്ന് അബോർഷന് സമ്മതിക്കാതെ ഇവിടെ എത്തിച്ച വൃന്ദയാണ്. ഷീ ഈസ് വെരി യങ്. വെറും 18 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി. സോറി ടു സേ, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ, മറ്റൊന്നും പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ ഒരു മെഡിക്കൽ മിറാക്കിൾ സംഭവിക്കണം. നോ! ധരന്റെ ശബ്ദം ഭീകരതയോടെ മുഴങ്ങി. കണ്ണുകൾ കലങ്ങി. എന്താണ് ഹൃദയം ഇത്ര വേദനിക്കുന്നത്? എനിക്കൊരു വൃന്ദയെ മാത്രം മതി ഡോക്ടർ. വാക്കുകൾ വിറച്ചു. ഡോക്ടറുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു. ആ കൈകളിൽ നെറ്റിമുട്ടിച്ചു. കണ്ണുനീർ ഒഴുകി പരന്നു താടി രോമങ്ങൾക്കുള്ളിലായി ഒളിച്ചു. ഭ്രാന്തിനെ പോലെ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചവൻ വൃന്ദക്കരികിലേക്ക് പാഞ്ഞു. ചിരിയോടെ തന്നെയും കാത്തിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ അലയടിക്കുന്ന വേദനയെ ധരൻ ചൂഴ്ന്നെടുത്തു. അയാളുടെ കലങ്ങിയ കണ്ണുകളും വിറക്കുന്ന ശരീരവും സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ലക്ഷണങ്ങളാണെന്ന് അവൾ അറിഞ്ഞു. എന്തായാലും എന്റെ ജോലി ഇന്നത്തോടെ തീരും കേട്ടോ. മക്കളെ പൊന്നുപോലെ നോക്കിയേക്കണം. പോകുമ്പോ ഈ താരി ഞാനൊക്കെ കൊണ്ടുപോവാ. കാരണം എത്ര നോവിച്ചിട്ടു നിങ്ങൾ വെറുക്കാൻ മാത്രം എനിക്ക് പറ്റണില്ല. ചിരിക്ക് മീതെ പെയ്യുന്ന കണ്ണുനീർ. അവൾക്കരികിലേക്ക് അവൻ ചേർന്ന് കിടന്നു. ആ നിറകിൽ തലോടി. മുഖമാകെ മുത്തങ്ങൾ കൊണ്ട് മൂടി. നീ പോകാൻ ഞാൻ വിട്ടിട്ട് വേണ്ടേ? സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ട്, മോഹിപ്പിച്ചിട്ട്. എന്റെ ഹൃദയം കൊണ്ടാ നീ പോകാൻ പോകുന്നേ. അവൾ നിറഞ്ഞു ചിരിച്ചു. കേൾക്കാൻ കൊതിച്ചെന്തോ കേട്ട പോലെ മെല്ലെ അവൾക്കരികിൽ നടന്നു മാറി. പോവാനൊരുങ്ങും മുന്നേ നീര് വന്ന് വീർത്ത് അവളുടെ കാൽപാദങ്ങളിൽ ചുണ്ടമർത്തി. കാത്തിരിക്കും ഞാൻ എന്റെ മക്കളെയും ഭാര്യയെയും. മടങ്ങി വന്നില്ലെങ്കിൽ ഞാനും അങ്ങ് കൂടെ വരും കേട്ടോ. അവൻ കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നു. താരമൊക്കെ ആശുപത്രി വരാതിൽ കാത്തിരുന്നു. വിശ്വാസമുണ്ട് അവൾ തിരികെ വരുമെന്ന്. നെഞ്ചിൽ അടക്കി വെച്ച സ്നേഹം ഈ ജന്മം പകർന്നു കൊടുക്കണം. പ്രാണന്റെ പാതയാക്കണം. വൈകിയുള്ള തിരിച്ചറിവുകൾ, ആത്മാർത്ഥമായ പ്രായശ്ചിത്തങ്ങൾ. ദീർഘനേരം ശ്വാസം കിട്ടാതെ പിടയുന്ന പോലെ ധരന് തോന്നി. വെള്ളത്തുണിക്കെട്ടിൽ പൊതിഞ്ഞ 2 കുഞ്ഞുങ്ങൾ. മോങ്കുട്ടന്മാരാ. താരമ്മ സന്തോഷത്തോടെ ഒരുവനെ മെല്ലെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി. ചുണ്ടുവിളത്തി കരയുന്നു വേറൊരുവൻ. കൈകളിലേക്ക് വാങ്ങാതെ അവൻ വിങ്ങിലോടെ നേഴ്സിന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ വൃന്ദ എവിടെ? വരാന്തകളിൽ മുഴങ്ങിക്കേട്ട ശബ്ദം. ഒരു വേള അവരും പേടിച്ചു. ചോര കുഞ്ഞുങ്ങൾ നിർത്താതെ പേടിച്ച് കരയുന്നു. ദൂരെ നിന്ന് സ്ട്രക്ചറിൽ കിടത്തിയ വെള്ളവെച്ച രൂപം അവനരികിലേക്ക് വരുന്നതറിഞ്ഞു. ഭ്രാന്തനെ പോലെ കരഞ്ഞുകൊണ്ട് അതിനരികിലേക്ക് ചെന്നു. കഴുത്ത് വരെ വെള്ളം കുതിപ്പിച്ച വൃന്ദയെ കാണുക പൊട്ടിക്കരഞ്ഞു. ഇപ്പോഴും ആ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട്. വൃന്ദ മോളെ, കണ്ണു തുറക്ക്, നമ്മുടെ മക്കളെ കാണാൻ നിനക്ക്. ഭ്രാന്തനെ പോലെ എല്ലാം മറന്നവൻ പുലമ്പി. ഹേയ് റിലാക്സ് ധരൻ, ഷീസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഹേയ് റിലാക്സ് ധരൻ, ഷീസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. സെഡേഷന്റെ മയക്കത്തില്ല. ഒരു തരത്തിൽ ദൈവത്തിന്റെ കരങ്ങൾ തൊട്ടു അമ്മയെയും കുഞ്ഞുങ്ങളെയും. നഗരത്തിലെ പ്രസിദ്ധനായ ഗൈനക്കോളജിസ്റ്റ് തരകൻ സാമുവൽ ഒരു നിമിഷം സന്തോഷത്താൽ ശ്വാസം നിലച്ച പോലെ. എന്ത് ചെയ്യണമെന്നറിയാതെ സന്തോഷത്താൽ ഡോക്ടർ ഇറുകെപ്പെടുന്നു. എന്തൊക്കെയാണോ താൻ കാട്ടിക്കൂട്ടിയത്? ഭാര്യയോട് അത്രയും സ്നേഹമാണോ തനിക്ക്? ചിരിയോടെ ധരന്റെ തോളിലൂടെ കൈയിട്ട് ഡോക്ടർ തിരക്കി. ഒരു മുഖവൃത്തം മാത്രം തുറന്ന ചില്ലുവാതിലൂടെ വൃന്ദയുടെ മുഖത്തേക്ക് ചിരിയോടെ നോക്കിയിരുന്നു. കയ്യിലൊരു കുട്ടിക്കുറുമ്പനും. അവളെ ഞാനിതുവരെ സ്നേഹിച്ചിട്ടില്ല ഡോക്ടർ. പക്ഷെ ഇന്ന് ഈ ഭൂമിയിൽ അവൾ കഴിഞ്ഞുള്ളൂ. എനിക്കെന്റെ കുഞ്ഞുങ്ങൾ പോലും. കുസൃതി ചിരിയോടെ കുരുന്നിന്റെ നെറ്റിലൊന്ന് മുത്തി. എത്ര വേഗമാണ് ഈ ഋതുക്കൾ പോയി മറയുന്നു. സ്വർണ്ണക്കാട്ടിലേക്ക് ഇരിക്കിയ 4 കാൽപാദങ്ങൾ കുറുമ്പോടെ മുറ്റത്തെങ്ങ് ഓടി നടന്നു. അച്ഛനെ പോലെയാണ് അവർ, കുസൃതി കുട്ടന്മാർ. അച്ഛന്റെ പ്രാണനാണ് അവർ, താരമ്മയുടെ പൊന്നിൻ കുടങ്ങൾ. അവളെ പൊതിഞ്ഞു പിടിക്കാതെ അവൻ ഉറങ്ങാനാവില്ല. അവന്റെ നെഞ്ചിൽ ചായാതെ അവൾക്കും. മട്ടുപാവിലേക്ക് പടർന്നു പന്തലിച്ച മുല്ലവളകളിലെ പൂക്കളെടുത്ത് അവളുടെ നീണ്ട മിഴികളിൽ ചൂടിക്കൊടുത്തു. നാണത്താൽ ചിമ്മുന്ന കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയസാഗരങ്ങൾ. സദാ പുഞ്ചിരി വിരിഞ്ഞ ചൊടികൾ. അതെ, ഇങ്ങനെ ചിരിക്കല്ലേട്ടോ, ഈ ചിരിയിലാ ഞാൻ വീണത്. കുസൃതി ചിരിയോടെ ധരൻ അവളുടെ നെറ്റിമേൽ ചുണ്ടമർത്തി. അവൾ ആർദ്രയായി. മുല്ലപ്പൂവുകൾ വിരിയുന്നു. നിശാഗന്ധിയും പാരിജാതവും പിച്ചകവും സുഗന്ധപൂരിതമാവുന്നു. പ്രണയം പെയ്യുന്ന ഒരു മെയ്യായി നടന്നെടുക്കുന്നു.